Hello everyone, welcome to Jackfruit and Travel. എല്ലാവർക്കും നമ്മുടെ Jackfruit and Travelലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചക്ക സീരീസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ചക്ക സീരീസിലുള്ള നാലാമത്തെ ഐറ്റമാണ്. ആദ്യം നമ്മൾ ചക്ക സീരീസിൽ ചെയ്തു ചക്കക്കുരു സമോസ ചെയ്തു, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തു ചക്കക്കുരു പായസം ചെയ്തു, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്തത് ചക്കക്കുരു ജാമാണ്, അല്ലെങ്കിൽ ചക്കക്കുരു ചക്ക വരട്ടിയത്, ചക്കക്കുരുകളെ ചക്ക വരട്ടിയത്. അതായത് ചക്കക്കുരു സമോസ, ചക്കക്കുരു പായസം, ചക്ക ജാം, ചക്ക വരട്ടിയത്. പിന്നെ നമ്മൾ നാലാമതായിട്ട് ചെയ്യുന്നതാണ് നല്ല ചക്ക അട, അതായത് ചക്കയപ്പം അല്ലെങ്കിൽ ചക്കയട. ഈ നാലാമത്തെ ഐറ്റം ചക്കയടയാണ്. അപ്പൊ ഈ ചക്കയട എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചക്കക്കുരു ചക്ക ജാം ഉണ്ടല്ലോ, അതായത് ചക്ക വരട്ടിയതുണ്ടല്ലോ, ആ ചക്ക വരട്ടിയത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചക്കയട അല്ലെങ്കിൽ ചക്ക അപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതായത് ഈ മുന്നേ പറഞ്ഞിട്ടുള്ള 3 കാര്യത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ചക്ക ജാം എങ്ങനെയാണ് അല്ലെങ്കിൽ ചക്ക വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതാണ് ജസ്റ്റ് നിങ്ങൾ മുകളിലേക്കുള്ള ഈ ആഡ് കാർഡിൽ അവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചക്ക ജാമിന്റെ ലിങ്കിലേക്ക് മുഴുവൻ വീഡിയോ കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചക്ക ജാം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ചക്ക അട അല്ലെങ്കിൽ ചക്കപ്പം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ടുള്ള സാധനം അരിപ്പൊടിയാണ്. നല്ല അരി കുതിർത്ത് പൊടിച്ചെടുക്കണം. അതിനുശേഷം ആവശ്യമുള്ളത് നമ്മൾ വരട്ടി വെച്ച അല്ലെങ്കിൽ ചക്ക ജാം ഉണ്ടല്ലോ അല്ലെങ്കിൽ ചക്ക വരട്ടിയതുണ്ടല്ലോ, അതിന്റെ ഒരു പോർഷനാണ് വേണ്ടത്. കുറച്ച് അതും ഈ നല്ല പൊടിച്ചെടുത്തിട്ടുള്ള അരിയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വാഴയിലയിലോ അല്ലെങ്കിൽ പ്ലാവിലയിലോ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആവിയിൽ വെച്ച് പൂങ്ങിയെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് നമുക്കപ്പോ റിയൽ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കാണിച്ചാൽ ചക്കയപ്പം ഉണ്ടാക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നല്ല പാകത്തിന് ഉപ്പിട്ട വെള്ളം നന്നായി ചൂടാക്കി അതിലേക്ക് അരിപ്പൊടി ഇടുക. അരിപ്പൊടി ഇട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. നന്നായി എല്ലാം വെള്ളം ആ വെള്ളത്തിൻ്റെ ഉപ്പ് കണക്കായിട്ടായിരിക്കും നമ്മളെ മാവിൻ്റെ ഉപ്പുണ്ടാവുക. അപ്പോൾ ഈ കുഴച്ചെടുത്ത ഇതിലേക്കാണ് നമ്മൾ ചക്ക വരട്ടിയത് ചേർക്കേണ്ടത്. അത് നന്നായി മിക്സ് ചെയ്ത് ഇപ്പോൾ നല്ല ചൂടുണ്ട് ഇതിന്. ഈ ചൂടൊക്കെ അറിയാൻ നമുക്ക് കൈ വെച്ച് ഒന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ഇപ്പം സ്പൂൺ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ചക്ക വരട്ടിയത് നമ്മൾ മാവിലേക്ക് ചേർത്ത് അതും നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ ഞാൻ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, കുറച്ചൊരു 2-3 സ്പൂൺ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ കുറച്ചധികം നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഈ മാവിന് തന്നെ നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഉള്ളിൽ ഫില്ല് ചെയ്യാതെ തന്നെ നമുക്ക് ആവിക്ക് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മാവിൽ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. അപ്പോൾ ഇത് കുഴച്ച് നല്ല ഒരു പരുവാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് ഫില്ല് ചെയ്യാൻ വേണ്ടി തേങ്ങ ചിരകി അതിൽ നമ്മൾ ചക്ക വരട്ടിയതും കൂടി മിക്സ് ചെയ്ത് വെക്കുക. അത് നന്നായി കുഴച്ച് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഇടാം, കുറച്ചിടാം. ഇതിലിപ്പോൾ ഞാൻ 2-3 സ്പൂണ് ചക്ക വരട്ടിയതും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് തേങ്ങയും ചക്ക വരട്ടിയതും മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇത് പരത്തിയെടുക്കേണ്ട ഇല വാട്ടിയെടുക്കും. ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നല്ല മൂത്ത ഇലയാണ്, അപ്പോൾ അത് പെട്ടെന്ന് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇല പരത്തേണ്ട പാകത്തിന് കീറിയെടുക്കുക. നമ്മൾ ആക്കുന്ന അപ്പത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കണം. ഇത് വാട്ടി വെച്ച ഇലയാണ്, നേരത്തെ ചൂടാക്കിയ ഇലയാണ്. അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഈ ഇല വേണമെങ്കിൽ പല ഷേപ്പിലാക്കാം. ഇങ്ങനെ 2 വിധത്തിൽ മടക്കി നമുക്ക് അപ്പം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ചെയ്തത് ആ ഇലേനെ വീണ്ടും പകുതിയോടെ മുറിച്ചതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നല്ല ഓമനിയുള്ള നല്ല കയ്യിലൊതുങ്ങുന്ന കുഞ്ഞപ്പം കിട്ടും. അതായിരിക്കും നമുക്ക് കാണാനും കഴിക്കാനും ഒക്കെ ഒരു രസമുള്ള അപ്പം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി അതിലേക്ക് കുറച്ച് മാവ് എടുത്ത് പരത്തി കൊടുക്കണം. ഇതിലേക്ക് വെച്ച് കുറച്ച് മാവ് എടുത്ത് പരത്തി കൊടുക്കണം. ഒരുപാട് കട്ടിയിൽ വേണ്ട, നമുക്ക് നേർത്ത് മതിയെങ്കിൽ കുറച്ച് മാവ് ഇട്ടാൽ മതി. എന്നാലും ചക്കയുടെ ആയതുകൊണ്ട് അതിന് പുറത്തുള്ള മാവിന് തന്നെ ഒരു മധുരവും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കട്ടിയായാലും കുഴപ്പമില്ല. സാധാരണ ഇലയുടെയാണെങ്കിൽ കുറച്ച് നേർപ്പിച്ച്
ആണെങ്കിൽ കൂടുതൽ രസം ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പരത്തി കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ജസ്റ്റ് തൊട്ട് ഒന്ന് പരത്തി കൊടുത്താൽ എളുപ്പത്തിൽ പരന്ന് കിട്ടുകയും ചെയ്യും, കൈക്കധികം ഒട്ടിപ്പിടിക്കുകയും ചെയ്യൂല. ഇപ്പോൾ നമ്മൾ ഒരു അട പരത്തി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിനി തേങ്ങയും ചക്കയും കൂടി മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. ഇനി ഇത് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗവും ഒരുപോലെ അമർത്തരുത്. ഈ അരികു മാത്രം ഇതുപോലെ അരികു മാത്രം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത് ഇനി പുഴുങ്ങിയെടുക്കുക വേണ്ടത്. ഇതുപോലെ ഇനി നമുക്ക് ഇതുപോലെ അരികു മാത്രം അമർത്തി കൊടുക്കുക. ഇത് ഇത്രയും വലിപ്പം ഉണ്ടാവും ഇങ്ങനെയാണെങ്കിൽ, പക്ഷെ അത് കാണുമ്പം നമുക്കൊരു രസം തോന്നുന്നില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു ഓവനുള്ള നല്ല അപ്പം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കൂടുതലെണ്ണം പരത്തിയെടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് ആവിക്ക് വെക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കാം. എല്ലാം ഒരുമിച്ച് ആക്കി വെച്ചതിന് ശേഷം ആവി പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഓരോന്ന് വെക്കുമ്പോൾ മുഴുവനും വെള്ളം അത്രയും ആവി വെറുതെ പോവും, ഗ്യാസും നഷ്ടമാണ്, വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുക്കുക. എന്നിട്ട് എല്ലാ അടയും ഒരുമിച്ച് പുഴുങ്ങിയെടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ അടയും എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വെക്കാൻ പറ്റുന്ന അത്രയും എണ്ണം ഒരുമിച്ച് പുഴുങ്ങിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയ ഇലയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പരത്തിയെടുക്കുവായിരുന്നു. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലുതായി ഒന്ന് വെറുതെ ആക്കിയെടുക്കുന്നതാണ്, കുറച്ച് വലിയ ഇലയിൽ ആക്കിയെടുക്കുന്നതാണ്. ഇത് ബാക്കിയെല്ലാം ചെറിയ രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇതിലും അതേ രീതിയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. സാധാരണ നമ്മൾ ഇലയുടെ ആക്കുമ്പോൾ ഇത് ക്രോസ് ആയിട്ടാണ് മടക്കുന്നത്. അങ്ങനെയും വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ ഫില്ല് ചെയ്ത് എന്നിട്ട് ഇത് നീളത്തിൽ മടക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നടുഭാഗം തച്ച് പരത്താൻ പാടില്ല, അടിച്ച് പരത്തി ആക്കരുത്. സൈഡ് മാത്രം സാവധാനം ഒട്ടിച്ച് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ നേരത്തെ കുറേ എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ വെള്ളം വെക്കുക, ആവശ്യത്തിന് വെള്ളം വെക്കുക. ഏത് ആവിപ്പാത്രം ആയാലും കുഴപ്പമില്ല, ഇഡലി തട്ടിൽ വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെക്കുന്നത് നിറയെ തുളയിൽ ഈ ഒരു ആവിപ്പാത്രത്തിലാണ്. അപ്പോൾ ഇതിൽ ഇനി അപ്പം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെരിച്ച് ഇതുപോലെ വെക്കണം. നമ്മൾ അട്ടിക്കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വെക്കുമ്പോൾ സൈഡ് വെന്ത് കിട്ടാനുള്ള പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പം കുത്തനെ വെച്ച് പുഴുങ്ങിയെടുക്കണം. നമ്മളാക്കിയ അപ്പമെല്ലാം അതിനകത്ത് അടുക്കി വെക്കുക. ഇപ്പം നന്നായി ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനടച്ച് വെക്കുക. നല്ല അടപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്, ആവി പുറത്ത് പോകാത്ത അടപ്പ്. ഇപ്പോൾ ഇത് നന്നായി ആവിയൊക്കെ വന്ന് ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡ് വെന്തു. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് അനക്കി കൊടുക്കാം. ഈ അപ്പം മറ്റേ സൈഡ് ഇനി വേവാണ്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി അതൊന്ന് അനക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് അട ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് ഉള്ളത്. നല്ല ചെറിയ അപ്പമാണ്. കയ്യിൽ നമുക്കെടുത്ത് നല്ല ചൂടുണ്ട്. ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ. നല്ല വെന്ത് നന്നായി വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്ത ചക്കയും തേങ്ങയും ഫില്ല് ചെയ്തതൊക്കെ നല്ല ഇതായിട്ട് കാണാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് ശർക്കര ഇതൊന്നും ഇല്ലാതെ, ചിലപ്പോൾ ഒരുപാടായിക്കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് ഒലിച്ചു വരും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല പാകത്തിന് ഫില്ല് ചെയ്തതുകൊണ്ട് നന്നായി അത് ചേർന്ന് നല്ല വെന്ത് നല്ല അപ്പായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചക്കയുടെ അല്ലെങ്കിൽ ചക്കയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നത് ഇത് വളരെ സിമ്പിൾ ആണ്. ആകെ വേണ്ടത് എന്താണ്, നിങ്ങൾ ചക്ക വരട്ടിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്ക വരട്ടിയത് നിങ്ങൾ ഒരിക്കൽ വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം 1 കൊല്ലം വരെ കേടാവാതെ വെക്കാൻ പറ്റും, ശരിക്കും വരട്ടി വെക്കുകയാണെങ്കിൽ. അതുപോലെ പിന്നെയും വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. ഇത് രണ്ടും കൂടി കൂട്ടി കുഴച്ച് പരത്തിയെടുത്ത് ആവിക്ക് വെച്ച് പൂങ്ങിയെടുത്ത് നിങ്ങളുടെ ചക്ക അപ്പം അല്ലെങ്കിൽ ചക്കയുടെ റെഡിയായി. ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നത് നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത് കാണാം. ബൈ.